ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല മഴ വരുന്ന ലക്ഷണമുണ്ട്. വീഡിയോ എടുക്കൽ നടക്കുമെന്നറിയില്ല, എന്തായാലും നോക്കാം. ഞങ്ങളുടെ സിറ്റ് ഔട്ട് കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒന്നും എനിക്ക് ഹാങ് ചെയ്ത് ഇടാനായിട്ട് സാധിക്കില്ല. ഹുക്കുണ്ട്, പക്ഷെ ഹാങ് ചെയ്തിട്ടാലും എനിക്കതിന് വെള്ളം ഒഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റാൻഡിലാണ് അത്തരം പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റാൻഡിലാണ് എൻ്റെ എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സും ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയതിന് ശേഷം അതിൻ്റെയൊക്കെ കുറച്ചധികം എന്താ പറയുക, ഇലകളൊക്കെ മേലെ നിന്ന് വീണ് കുറച്ച് ഭംഗിയേടായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാം. ഇനി ഓരോ പ്ലാന്റ്സിനായിട്ട് നമുക്കൊന്ന് കാണാം. ആദ്യമായിട്ട് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിപ്പോൾ വല്ലാതെ വളർന്നിട്ടുണ്ട്. മേലെ ഞാൻ കൊങ്ങിണി വെച്ചിട്ടുണ്ട്. ആ കൊങ്ങിണിയുടെ ചെടികളൊക്കെ ഇതിൻ്റെ മേലെ വന്നിട്ടുണ്ട്. ഇത് മണി പ്ലാന്റാണ്, വെരിഗേറ്റഡ് ലീവ്സ് ഉള്ള ഒരു മണി പ്ലാന്റാണ് കേട്ടോ. ഇത് സാധാരണയായിട്ട് എല്ലാവരും ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് വീടുകളിൽ വെക്കാറുള്ളൊരു ചെടിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഇലകൾ കാണാൻ. നോക്കി ഉണ്ടോ, ഇതിപ്പോൾ ഈ അറ്റം വരെ വളർന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു പ്ലാന്റാണ് ഞാൻ ആദ്യം ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വളർന്നിപ്പോൾ ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ടർട്ടിൽ വൈനാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ തന്നെ പല കളറിലുള്ള ലീവ്സ് വരുന്ന ഒരു 2-3 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. മിക്ക വീടുകളിലും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വയ്ക്കാറുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത ഉണ്ടോ, ഡബിൾ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് നല്ല റെഡ് കളറിലും ഒരു വയലറ്റ് ഷെയ്ഡിലും പിന്നെ ഡാർക്ക് ഗ്രീൻ കളറിലാണ് കേട്ടോ അതിൻ്റെ ഇലകൾ വരുന്നത്. പിന്നെ ഈ പ്ലാന്റിൻ്റെ അതിൻ്റെ കൂടെ ഇതിലിപ്പോൾ വേറൊരു പ്ലാന്റും കൂടെ വളർന്നിട്ടുണ്ട്. ഇതിലൊരു ചെറിയ കഷ്ണം അതിൽ പെട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതും രണ്ടുപേരും ഒരുമിച്ചാണ് ഇതിൽ വളർന്ന് നിൽക്കുന്നത്. ഇത് ശരിക്കും ഒരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ. ഫ്ലോട്ടിംഗ് പെന്നിവർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നനവുള്ളിടത്ത് വേഗം വളരും. പിന്നെ എപ്പീഷ്യയുടെ 2 തരം പ്ലാന്റ്സ് ഉണ്ട്. അതെല്ലാവരും വീട്ടിൽ വളർത്താറുള്ള പ്ലാന്റ്സ് തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റും കൂടിയാണ്. ഇത് ബ്രൗൺ ലീഫുള്ള എപ്പീഷ്യ പ്ലാന്റാണ്. അതിൻ്റെ പൂക്കൾ ഇതുപോലെ പിങ്ക് കളറിലാണ് ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കേട്ടോ അത് നിൽക്കുന്നത് കാണാൻ. സാധാരണ എല്ലാവരും ഹാങ് ചെയ്ത് ഇടാറാണ് പതിവ്. ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഗ്രീൻ ലീവ്സുള്ള എപ്പീഷ്യ പ്ലാന്റാണ് കാണുന്നത്. അതിൻ്റെ പൂക്കൾ നല്ല റെഡ് കളറിലാണ് വരുന്നത്. ഇനി അടുത്തത് ക്രീപ്പിംഗ് ചാർലി എന്ന് പേരുള്ള ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീവ്സ് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് വരുന്നത്. ഹാങ് ചെയ്തിടുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഇട തിങ്ങി ലീവ്സൊക്കെ ആയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റ് വേറൊരു ചട്ടിയിൽ നട്ടിട്ടുണ്ട്. അതിൻ്റെ ലീവ്സ് കണ്ടോ, കുറച്ച് യെല്ലോയിഷ് ഗ്രീനിലാണ് വരുന്നത്. ഇത് രണ്ടും ഒരു പ്ലാന്റ് അല്ല. ഇത് തുടക്കം മുതലേ തന്നെ ഇത് ഈ ഒരു കളറിലാണ് കേട്ടോ അതിൻ്റെ ലീവ്സ് വരുന്നത്. മറ്റേത് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണെങ്കിൽ ഇത് കുറച്ച് ഒരു യെല്ലോയിഷ് ഗ്രീനാണ് വരുന്നത്. ഇതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വളർത്താം, താഴെ ചട്ടിയിലും വളർത്താൻ സാധിക്കുന്ന ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് ഇത്. ഇത് പിങ്ക് ലേഡി എന്നൊക്കെ വിളിക്കുന്നൊരു പ്ലാന്റാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നല്ല പിങ്ക് കളറിലുള്ള പൂക്കളുണ്ടാവും അതിൽ നിറയെ. ഇപ്പോൾ ഇതിൽ പൂക്കളൊന്നും ഇല്ല, പക്ഷേ ഇത് കണ്ടോ, താഴേക്ക് വളർന്ന് അത് മണ്ണിലെത്തി അവിടെയും വേരുറപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ചെടി കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിൻ്റെ ലീവ്സ് വെരിഗേറ്റഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇത് ചട്ടി നിറയെ വളർന്ന് നിൽക്കുന്നതാണ്. നല്ല രസമാണ് കേട്ടോ. ഇത് ക്രീപ്പിംഗ് പ്ലാന്റ് ഒന്നല്ല, എന്നാലും ഞാനത് ഈ സ്റ്റാൻഡിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളതാണ്. ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് അതിൻ്റെ ലീവ്സൊക്കെ പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തണലത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് വെച്ചിട്ട് ഈ സ്റ്റാൻഡിൽ കയറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഈ ചെടി കുറച്ച് കേടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് കട്ടിങ്സൊക്കെ എടുത്തിട്ട് ഞാൻ വേറെ ചട്ടിയിൽ ഇപ്പോൾ നട്ടിട്ടുണ്ട്. അടുത്തത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇത് പെഡിലാന്ത സ്കേളി പിങ്ക് എന്ന് പേരുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇത് അധികം വളർന്നിട്ടില്ല. ഞാനത് നട്ടിട്ട് അധിക കാലമായിട്ടില്ല. ഇപ്പോൾ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്, വളർന്ന് തുടങ്ങിയിട്ടുള്ളൂ. അതിൽ തന്നെ കണ്ടോ, മേലെന്ന് ഒരു ഹാങ്ങിങ് പ്ലാന്റ് താഴേക്ക് വന്നിട്ട് അതിൽ വേരുറപ്പിച്ച് വളർന്നു തുടങ്ങിയിട്ടുണ്ട്.
അത് നമ്മുടെ ടേർട്ടിൽ വൈൻ്റെ തന്നെ വേറൊരു ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം അതുപോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ലീവ്സ് വരുന്നത്. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ താഴത്തെ തട്ടിൽ കുറച്ച് ചെടികൾ ഞാൻ പിടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട വേരിഗേറ്റഡ് ലീവ്സുള്ള മണി പ്ലാന്റ് ഒരു ചട്ടിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ആകെയുള്ളൊരു ആന്തൂറിയം പ്ലാന്റാണ് കേട്ടോ ഈ കാണുന്നത്. അതിൽ പൂക്കളൊന്നും ആയിട്ടില്ല ഇതുവരെ. പിന്നെ ഇതിൽ തന്നെ സിങ്കോണിയത്തിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന ആ ചെറിയ പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. സെലാജിനെല്ല എന്ന പേരുള്ളൊരു പ്ലാന്റാണ് കേട്ടോ അത് ഫേണിന് കണ്ടാൽ ഫേൺ പോലെയൊക്കെ തോന്നും. അത് ഫേണല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേര് കണ്ടിട്ടുള്ളത് സെലാജിനെല്ല എന്നാണ്. നല്ല ഭംഗിയുള്ള ലീസാണ് കേട്ടോ. അത് ഇപ്പോൾ ഞാൻ വെച്ചിട്ട് അധികമായിട്ടില്ല. അതിങ്ങനെ തിക്കായി വരുന്നുള്ളൂ. ഈ ചട്ടിയിൽ ഇങ്ങനെ അത് തിക്കായിട്ട് വളരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ഒന്നുമല്ല, എന്നാലും ഇത് പിടിച്ച് വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഷെയ്ഡ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ വെച്ചൊന്ന് മാത്രം. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ചെടികളൊക്കെ ആകെ നനഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കണത്. പിന്നെ ഇനി ഇതിൽ ഞാൻ പറഞ്ഞില്ലേ 1-2 സിങ്കോണിയം പ്ലാന്റ്സ് ഉണ്ട്. നല്ല വെയിലായിരുന്നുകൊണ്ടാണ് കേട്ടോ സിങ്കോണിയത്തിൻ്റെ ഈ ഒരു പ്ലാന്റ് ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ പെഡിലാന്തസിൻ്റെ നാടൻ വെറൈറ്റിയാണ് ഇത്. ഞാൻ ഈ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നതിനോട് ചേർന്നിട്ട് ഒരു സീതപ്പഴത്തിൻ്റെ തൈ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇലകൾ എപ്പോഴും ഈ ഒരു സ്റ്റാൻഡിലേക്കാണ് കേട്ടോ വീഴുക. അപ്പോൾ എപ്പോഴും എനിക്കതൊന്നും എടുത്ത് കളയാൻ സമയം ഉണ്ടാവില്ല. പിന്നെ നമ്മളൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ചെടികൾ വളർത്തുമ്പോൾ ശരിക്കും കുട്ടികളെ നോക്കുന്ന പോലെ തന്നെ വളരെ കെയർ ചെയ്തിട്ട് വേണം ഓരോ ചെടികളെയും വളർത്താൻ. രാവിലെ 1 മണിക്കൂറോളം ഞാൻ ഈ ചെടികളുടെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ ഫ്ലവറിങ് പ്ലാന്റ്സും ഇലച്ചെടികളും ഹാങ്ങിങ് പ്ലാന്റ്സും എല്ലാം ഉള്ളതുകൊണ്ട് എല്ലായിടത്തേക്കും നമുക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം ക്ലീനായി വരുമ്പോഴത്തേക്കും മറ്റൊരു ഭാഗം ആകെ വൃത്തികേടായിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ അധികം ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ അടുത്ത് ഇപ്പോൾ എത്താറില്ല. അതുകൊണ്ട് തന്നെ ആകെ വൃത്തികേടായിട്ടാണ് കേട്ടോ ഈ സ്റ്റാൻഡ് ഇരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇലയൊക്കെ വീണ് അതിൻ്റെ മേലത്തെ തട്ടൊക്കെ ആകെ നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ചെടികളൊക്കെ ശരിക്ക് കട്ട് ചെയ്ത് കൊടുക്കാണ്ടൊക്കെ ആകെ വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ആദ്യം ഈ ചെടികളൊക്കെ എടുത്തൊന്ന് പുറത്ത് വെച്ച് ഈ ഇലകളൊക്കെ തട്ടിക്കളഞ്ഞ് സ്റ്റാൻഡൊന്ന് വൃത്തിയാക്കണം. എന്നിട്ട് ഈ ചെടികൾ അടക്കി വെക്കണം. അപ്പം ഞാൻ ഓരോ ചട്ടികളായിട്ട് പുറത്തെടുത്ത് വയ്ക്കാനായിട്ട് പോവാണ്. ഈ ഒരു പ്ലാന്റൊക്കെ കണ്ടില്ലേ, നിലം മുട്ടുന്ന രീതിയിലാണ് കേട്ടോ ഇത് വളർന്നിട്ടുള്ളത്. ഇത് സമയത്തിന് കട്ട് ചെയ്ത് കൊടുക്കാത്തതിൻ്റെ ഒരു ഭംഗിക്കുറവുണ്ട് അതിന്. ഒരുപാട് വളരുമ്പോൾ അത് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ ഇത് ഇന്ന് ഞാനങ്ങനെ എല്ലാ പ്ലാന്റ്സും കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒക്കെ സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളത്, മേലിന്ന് ഹാങ് ചെയ്ത് താഴേക്ക് വരുന്ന പ്ലാന്റ്സ് അടിയിലുള്ള ചട്ടിയിലൊക്കെ വേരുറപ്പിച്ച് അതിലും കൂടെ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ചട്ടിയിൽ നോക്കിയാൽ 2 തരം പ്ലാന്റ്സ് അതിലുണ്ട്. ഇതിൽ എപ്പിഷ്യയുടെ ഒരു വെറൈറ്റി ഉണ്ട്, ക്രീപ്പിംഗ് ചാർലിയും ഇതിൽ വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു ചട്ടിയിൽ ഒരു പ്ലാന്റ് മാത്രമായിട്ട് നടാൻ പോവാണ്. അപ്പോൾ ഈ കൂടുതലായിട്ട് മേലെന്ന് താഴെ ഇറങ്ങി വേരുറപ്പിച്ച് നിൽക്കുന്നവരെയൊക്കെ ഞാൻ പറിച്ച് വേറെ ചട്ടിയിൽ നടാമെന്നാണ് വിചാരിക്കുന്നത്. പെഡിലാന്തസിൻ്റെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ ഇത് നമ്മുടെ വേലിയിലൊക്കെ കാണാറുള്ള ഒരു പ്ലാന്റാണ്. നമ്മൾ തത്തമ്മച്ചുണ്ട് എന്നൊക്കെ പറയും കേട്ടോ ഇതിന്. അതിൻ്റെ ഒരു 2-3 ചെറിയ തണ്ട് ഞാൻ ഈ ഒരു പോട്ടിൽ വെച്ചതാണ്. ഇപ്പം അത് വളർന്ന് ഇത്രയും ആയി. ഇത് നിറയെ ഇലകളായിട്ട് നിൽക്കണ കാണുമ്പോൾ നമ്മുടെ CC പ്ലാന്റൊക്കെ പോലെ തോന്നും. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇതിനാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. എവിടെ വേണമെങ്കിലും നോക്കിയാൽ കാണും. വേലിയുടെ അടുത്തൊക്കെ സ്ഥിരമായിട്ട് കാണുന്നൊരു പ്ലാന്റാണ്. അപ്പം അതിങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ താഴത്തേക്ക് വളർന്നിട്ട് നല്ല പറിച്ച് പിടിച്ച് വെക്കുന്നുണ്ട്. താഴേക്ക് വളർന്നിട്ട് വേറൊരു ചട്ടിയിൽ ഇതുപോലെ ആയിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന ചെറിയ ഇതുപോലെയുള്ള വൈറ്റ് പോട്ടുകളിലായിട്ട് ഞാൻ കുറച്ച് വാൻഡറിങ് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ കാണുന്നത്. വാൻഡറിങ് മാത്രമല്ല വേറെയും ചില ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് അതിൽ.
പക്ഷേ ഇപ്പോൾ കണ്ടോ, മഴ പെയ്തു തുടങ്ങിയപ്പോഴേ അതിൻ്റെ വേരുകളൊക്കെ നശിച്ചു തുടങ്ങി. അത് കേടായി പോയിട്ട് ആ ഇലകളൊക്കെ പോയി അതിൻ്റെ ഭംഗിയൊക്കെ പോയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇത് തിക്കായിട്ട് വളർന്ന് നിൽക്കണ കാണാൻ. സ്റ്റാൻഡിൻ്റെ മേലത്തെ തട്ടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയണത് ഇങ്ങനെയാണ് കേട്ടോ, നിറയെ ഇലകളൊക്കെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ചട്ടികളൊക്കെ ഞാൻ താഴേക്ക് അടുക്കി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി എല്ലാ ചട്ടികളും എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ചട്ടികളൊക്കെ ഞാൻ താഴെ ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ആ സ്റ്റാൻഡൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് എന്താ പറയുക, കൂടുതലുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്റ്റാൻഡിലേക്ക് തിരികെ വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് പുതിയ പ്ലാന്റ്സ് കുറച്ച് പിടിപ്പിക്കണം, കാരണം മഴക്കാലമല്ലേ വരുന്നത്, ഇതൊക്കെ കേടായി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ചട്ടികളിൽ ഞാൻ പുതിയ ചെടികൾ പിടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളതും ഈ സ്റ്റാൻഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ, അതൊക്കെ ചെറിയ ചട്ടികളാണ്. അപ്പോൾ ഇതുപോലെയുള്ള വലിയ ചട്ടികളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും അടുക്കി വെക്കണം. ഇപ്പോൾ ഇതിലൊക്കെ കണ്ടില്ലേ, ഈ 2 പ്ലാന്റായിട്ട് നിൽക്കുന്നത് എല്ലാം ഓരോ പ്ലാന്റായിട്ട് ഓരോ ചട്ടിയിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ മേലെ വീണ് കിടക്കുന്ന ഈ ഇലകളൊക്കെ മാറ്റി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഇതിൻ്റെ മേലെ കുറേ ചെടികൾ വളർന്ന് താഴെ നിന്നൊക്കെ കുറച്ച് കളകളൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കുറച്ച് കമ്പുകളൊക്കെ ഇതിൻ്റെ മേലേക്ക് ചാഞ്ഞ് നിന്നിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇലകളൊക്കെ ഇപ്പോൾ ക്ലീൻ ചെയ്താലും വീണ്ടും വീഴും. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ചെടികളെ നമ്മൾ കുട്ടികളെ നോക്കുന്ന പോലെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സമയക്കുറവ് എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങളൊരു കട നടത്തുന്നുണ്ട്, അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടേക്ക് പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെയാണ് കേട്ടോ എൻ്റെ ഗാർഡനിങ്ങിനുള്ള സമയം ഞാൻ കണ്ടെത്തുന്നത്. അതുപോലെ ഇനി മഴ തുടർച്ചയായിട്ട് പെയ്യാൻ തുടങ്ങുമ്പോൾ ചെടികൾക്ക് ഫംഗൽ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗിസൈഡ് തളിച്ചു കൊടുക്കണം. അങ്ങനെ കുറേ കെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ മഴക്കാലത്തിനെ നേരിടാനായിട്ട് സാധിക്കുള്ളൂ. എൻ്റെ ഇലച്ചെടികളുടെ കാര്യത്തിലൊക്കെ എനിക്ക് നല്ല പേടിയുണ്ട്. അതൊക്കെ പെട്ടെന്ന് മഴ കൊണ്ടാൽ കേടായി പോകുന്നതാണ്. അതുപോലെ 10 മണിച്ചെടികൾ, അതൊക്കെ മഴ കൊണ്ടാൽ പെട്ടെന്ന് നശിച്ചു പോകും. എല്ലാ ചെടികൾക്കും വളരെയധികം കെയർ വേണ്ട ഒരു സമയമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞ് ഞാൻ സ്റ്റാൻഡിൽ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കൂ. ഈ പ്ലാന്റിനെ ഞാൻ ഏറ്റവും ടോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ താഴേക്ക് വളർന്നിട്ടുള്ളത് കൊണ്ട് ഏറ്റവും ടോപ്പിൽ വയ്ക്കായിരിക്കും നല്ലതെന്ന് തോന്നി. ഇനി അതിൻ്റെ കട്ടിങ്സൊക്കെ ചെറിയ ചട്ടികളിൽ നട്ടിട്ട് വേറെ പ്ലാന്റ്സ് ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് പിടിച്ചതിന് ശേഷം ഈ സ്റ്റാൻഡിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്ലാന്റ്സും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാൻഡറിങ് ജൂവിൻ്റെ പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ ഇത്. അതിൻ്റെ കേടായ ഇലകളൊക്കെ മാറ്റിയിട്ട് അതൊക്കെ ഏറ്റവും മേലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ ഇതിനെന്തെങ്കിലും ചെയ്യേണ്ടി വരും. മഴ കൊണ്ടാൽ ഈ പ്ലാന്റ്സൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ വീടിനോട് ചേർന്നിട്ടായതുകൊണ്ട് അധികം മഴ കൊള്ളില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ വെള്ളം വീഴും ചട്ടിയിലേക്ക്. മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ 10 മണിച്ചെടികൾ ചെറിയ ചട്ടികളിൽ നട്ടു കൊടുക്കുന്നത് കാണിച്ചിരുന്നു. അതെല്ലാം പിടിച്ച് കിട്ടാനായിട്ട് ഞാൻ ഈ സ്റ്റാൻഡിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് പുതിയ പ്ലാന്റ്സ് വാങ്ങിച്ചതിൻ്റെയും അത് പോട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ കാണിച്ചിരുന്നു. അതൊക്കെ ഞാൻ ഇതിലിങ്ങനെ ഈ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അധികം മഴവെള്ളമൊന്നും വീഴാത്ത ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് കേട്ടോ ഈ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം പിടിച്ച് കിട്ടുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സ്റ്റാൻഡിൻ്റെ മേലെന്ന് 2ാമത്തെ തട്ടിലാണ് എപ്പീഷ്യ പ്ലാന്റ്സും ക്രീപ്പിംഗ് ചാർലി അതുപോലെ ടർട്ടിൽ വൈനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം. സെറ്റ് ചെയ്തത് ഭംഗിയായിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ കൂടുതൽ ഭംഗിയാവുമോ എന്നൊക്കെ ഉള്ളത് എനിക്ക് അത്ര വലിയ ഐഡിയാസൊന്നുമില്ല. അപ്പോൾ അറിയുന്നവരൊന്ന് പറഞ്ഞു തരും കൂടെ വേണം കേട്ടോ.
മൂന്നാമത്തെ തട്ടിൽ കുറച്ച് ഇലച്ചെടികളും പിന്നെ പെന്നിവർട്ടിൻ്റെ പ്ലാന്റ് ഉണ്ട്. അത് ഞാനെല്ലാം 2 ചട്ടിയിലായിട്ട് നമ്മൾ കണ്ടില്ലേ, ഒരു ചട്ടിയിൽ തന്നെ ഈ പെന്നിവർട്ടും ടർട്ടിൽ വൈനും ഒരുമിച്ച് നിൽക്കുന്നത്. അതൊക്കെ പറിച്ചെടുത്തിട്ട് ഞാനെല്ലാം കൂടെ ഒരു ചട്ടിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഇപ്പം അത് കാണാൻ. പിന്നെ ഇതിലൊക്കെ വളർന്ന് നിന്നിരുന്ന കൂടുതലായിട്ട് നിന്നിരുന്ന തൈകളെല്ലാം പറിച്ചെടുത്ത് അതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള ഇലച്ചെടികളൊക്കെയാണ് കേട്ടോ ഈ ഒരു തട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പെഡിലാന്തസിൻ്റെ നാടൻ വെറൈറ്റി അത് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പെഡിലാന്തസ് കേളി പിങ്ക് എന്ന് പേരുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ചെറിയൊരു പ്ലാന്റ്. അതിൻ്റെ വലിയൊരു പ്ലാന്റ് എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ ഇത്. ചട്ടി നിറഞ്ഞ് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ താഴെയാണ് വെച്ചിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നൊരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ സിങ്കോണിയം പ്ലാന്റിനെ ഞാൻ താഴേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്, ഇനിയിപ്പോൾ അധികം വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനതിനെ താഴേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ പ്ലാന്റ്സ് പിടിച്ച് കിട്ടാനായിട്ട് ചെറിയ ചട്ടികളിൽ വെച്ചിട്ടുള്ളത്. അതൊക്കെ ഈ സ്റ്റാൻഡിൻ്റെ ഇങ്ങേ അറ്റത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പിടിച്ച് കിട്ടിയാൽ പുതിയ ചട്ടികളിലേക്ക് മാറ്റി നട്ട് താഴേക്ക് മാറ്റും. പിന്നെ എൻ്റെ കയ്യിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ ഉള്ളത്, അതുപോലെ ഇലച്ചെടികൾ മാത്രമല്ല പൂക്കളുണ്ടാവുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. കുറേ എണ്ണത്തിലൊക്കെ ഇപ്പോൾ പൂക്കളായി നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. മുൻപത്തെ ഒരു വീഡിയോയിൽ എൻ്റെ ഓർക്കിഡ് ചെടികൾ പൂവിട്ട് നിൽക്കുന്നത് ഞാൻ കാണിച്ചിരുന്നില്ലേ. ഒരു 2-3 മാസത്തോളം ഈ പൂക്കൾ ഇങ്ങനെ തന്നെ നിന്നു. ഇപ്പോൾ ആ മഴയൊക്കെ കൊണ്ട് ചെറുതായി കേടായി തുടങ്ങിയിട്ടുണ്ട്. പൂക്കളൊക്കെ കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒരു പൂ കൊഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പുതിയൊരു പൂ ഉണ്ടാവാറുണ്ട്. പുതിയ പൂക്കൾ വിരിയുകയാണെങ്കിൽ അതും ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.